18 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജയിൽ മോചിതനുമായിരിക്കുന്നു. അവിടെ ജയിലിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യുവമോർച്ചക്കാരൊക്കെ വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ നടത്തുന്നത്. ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടം ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു ആവശ്യമല്ലായിരുന്നു? അഞ്ജന, മാധ്യമങ്ങളുടെ ഒരു ആവശ്യമെന്ന നിലയിലല്ല. ആവശ്യമെന്നുള്ളത് പോലീസിൻ്റെ ആവശ്യമാണ്, പരാതിക്കാരിയുടെ ആവശ്യമാണ്. അവർ പരാതി കൊടുക്കുന്നു, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, രാഹുലിനെ കുറ്റവാളിയാക്കിയിട്ട് മുന്നോട്ട് കേസുകളുമായി പോകുന്നു. രാഹുലിനെ ശിക്ഷിക്കണം എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പോലീസാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ശിക്ഷിക്കണമെന്നല്ല, മാധ്യമങ്ങൾ ഓൾറെഡി ശിക്ഷാവിധിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അതെ, അവരുടെ ഭാഗത്തുനിന്നുള്ള വിചാരണയാണല്ലോ. വിചാരണയും കഴിഞ്ഞ് രാഹുലിനെ ശിക്ഷ വിധിച്ചു. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറൊക്കെ പണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെയാണെന്നാണ് എത്ര പുലഭ്യം വിളിക്കുകയായിരുന്നു റിപ്പോർട്ടറിൽ ഇരുന്നിട്ട് അരുൺകുമാർ. അങ്ങനെ എത്രയോ ചാനലുകളിൽ എത്രയോ അവതാരകർ കോടതി ജഡ്ജിമാരെ പോലെ ഇരുന്നിട്ട് രാഹുലിനെ അങ്ങോട്ട് ക്രൂശിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേസുകൾ വന്ന സമയത്ത് നമ്മളെപ്പോഴും പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെങ്കിൽ അന്തിമ വിധി ബഹുമാനപ്പെട്ട കോടതി വിധിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കോടതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ സ്വയം വിചാരണ കോടതികളായി, സ്വയം ജഡ്ജിമാരായി രാഹുലിന് വിധി പ്രസ്താവിച്ച് അവരെ ക്രൂശിക്കാൻ നിൽക്കരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അന്ന് നമ്മൾ ഒരുപാട് പേര് ചീത്ത വിളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൈസ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റോ വാങ്ങിച്ച സമയത്ത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നതാണ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർ വരെ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാട് കൃത്യമായിരുന്നു. ദ ജേർണലിസ്റ്റ് എടുത്ത സ്റ്റാൻഡ് വളരെ കൃത്യമായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. എന്താണത്? ആദ്യത്തെ പരാതി, ആ പരാതിക്കാരി കൊണ്ടുവന്ന ആദ്യത്തെ പരാതി, അതായത് ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ആ പരാതിക്കാരിയെ വിശേഷിപ്പിച്ച് വലിയ നാടകം കളിച്ച്, അതായത് പരാതിക്കാരിയല്ല, റിപ്പോർട്ടർ ചാനലിൽ വലിയ ഇമോഷണൽ ഡ്രാമ കളിച്ച് അവതരിപ്പിക്കപ്പെട്ട ആ പരാതിയിൽ ബലാത്സംഗം നിലനിൽക്കില്ല എന്ന് ഇന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത കൊടുത്തിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ എന്താ കൊടുത്തത്? റിപ്പോർട്ടർ ചാനൽ കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി ഗൗരവതരമാണ് എന്ന് കോടതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഗൗരവതരമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ശരിയാണ്, ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളാണ്. പക്ഷെ ആ ആരോപണങ്ങൾ തെളിയിക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം മാതൃഭൂമി ന്യൂസ് നിന്ന് കൃത്യമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ആ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്, നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് മാതൃഭൂമി ന്യൂസിലെ ബിനിൽ എന്ന് പറയുന്ന കൊച്ചിയിലെ കോടതി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടറാണ്. അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് എന്താ? ആ വീഡിയോയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതി നിലനിൽക്കില്ല എന്നല്ല, ആ ബലാത്സംഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പലതവണ ഉഭയസമ്മതപ്രകാരമായ ബന്ധമുണ്ടായി. ആ ബന്ധത്തിനിടയിൽ ഒരു മാർച്ച് മാസം 17-ാം തീയതിയാണ് ഈ ബലാത്സംഗം നടക്കുന്നതെന്ന് പറയുന്നത്. അതായത് സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും യുവതി പാലക്കാട് പോയി 2 ദിവസം രാഹുലിനൊപ്പം താമസിച്ചതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാതൃഭൂമി ന്യൂസ് നിന്ന് വാർത്ത പുറത്തുവിട്ടു. റിപ്പോർട്ടർ അറിഞ്ഞിട്ടില്ല. റിപ്പോർട്ടർ ഇപ്പോഴും പറയുന്നത് SIT അത് കണ്ടുപിടിച്ചു, SIT ഇത് കണ്ടുപിടിച്ചു, SITക്ക് അത് കിട്ടി, ഇത് കിട്ടി എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൗരവതരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അത്രയും നിരീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിയുന്നില്ലല്ലോ. കോടതി ആരോപണങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ രാഹുലിന് ഇത്രയും കാലം മാധ്യമങ്ങൾ വേട്ട നടത്താൻ ഉപയോഗിച്ച ആദ്യത്തെ കേസ് സെക്ഷൽ പ്രിഡേറ്റർ എന്നാണ് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പറഞ്ഞത്. രാവിലെ തന്നെ ഒരു ചായ ഗ്ലാസ് പിടിച്ചിട്ട് മറ്റേ റെയിൽവേ സ്റ്റേഷനിലെ ചായ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് മൂപ്പര് നടത്തുന്നത്. അതായത് അത് മോശമാണെന്നല്ല, ആ പറച്ചിൽ ചായ എന്ന് വിളിക്കുന്ന മോശമൊന്നുമല്ല. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഡ്രാമ കളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുലഭ്യം പാടിയതിൽ വലിയ പ്രതിഷേധം എനിക്ക് അന്നുമുണ്ട്. കാരണം അങ്ങനെയൊക്കെ പറയാൻ ബഹുമാനപ്പെട്ട അരുൺകുമാർ അടക്കമുള്ളവർ ആരാണ്? ഒരു സ്വകാര്യ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ശരിക്കും റിപ്പോർട്ടർ ചാനൽ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ ആപ്തവാക്യം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ്. സത്യമാണ്, പല കാര്യങ്ങളിലും റിപ്പോർട്ടർ ചാനലിൽ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചാനൽ ഇവിടെ നിലനിൽക്കുക തന്നെ വേണം, അതിലൊരു തർക്കമില്ല. ഇന്നിപ്പോൾ കിറ്റക് സാബുവിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് TV പ്രസാദ് എന്ന അവരുടെ ഏറ്റവും മിടുക്കനായ റിപ്പോർട്ടർ ഒരു ഗംഭീര വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. റോഷിവാൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ, പല ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളും കേരളത്തിൽ പുറത്തുവിട്ടിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയിട്ടുള്ള ഉടമയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ ചെറിയ കക്ഷിയൊന്നുമല്ല. അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന മാധ്യമങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുമായിട്ട് ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പോൾ അത് അത്തരത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഒരു വശത്ത് റിപ്പോർട്ടറിൻ്റെ ഭാഗത്ത് നടന്നത്, അതുപോലെ ഒരുപാട് പേര് റിപ്പോർട്ടറെ തെറിയും വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു ഫാക്റ്റാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തു എന്ന് കോടതി പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറ്റവാളിയായി വിധിക്കുന്നത് ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു 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 പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ല, കോടതി നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ആ ചോദ്യമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ കോടതി ഇങ്ങനെ പറഞ്ഞു, മൂന്നാമത്തെ കേസിൽ രാഹുലിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാലം മാധ്യമങ്ങൾ പറഞ്ഞതൊക്കെ എന്താണ്? അതാണ് എൻ്റെ ചോദ്യരചന. ഇത്രയും കാലം മാധ്യമങ്ങൾ സെക്ഷൽ പ്രിഡേറ്റർ, നിരന്തരമായി ബലാത്സംഗം ചെയ്യുന്നവൻ, ഭ്രൂണഹത്യ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും ഒക്കെ രാഹുലിനെ വിശേഷിപ്പിച്ചത്. ഏതെങ്കിലും കോടതി, ഇപ്പോൾ 3 കോടതികളിൽ 3, 4, 5 കോടതികളിലായിട്ട് രാഹുലിൻ്റെ കേസുകൾ 3 കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കേസിൽ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു. പക്ഷേ രാഹുലിന് എതിരായ വലിയ പരാമർശങ്ങളൊന്നും ആ കോടതി നടത്തിയിട്ടില്ല. കാരണം പ്രോസിക്യൂഷനെ എതിർത്ത്, പ്രോസിക്യൂഷൻ പോലീസ് സംസാരിക്കും, പോലീസിൻ്റെ കയ്യിൽ രാഹുലിനെതിരായ തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലീസ് രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാൻ പരമാവധി വാദങ്ങൾ ഉന്നയിക്കും. പക്ഷേ കോടതികൾ, ബഹുമാനപ്പെട്ട കോടതികൾ രാഹുലിനെതിരെ വലിയ നിരീക്ഷണവും നടത്തിയില്ല. അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷയിട്ട് ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതിയിലേക്ക് രാഹുൽ പോയപ്പോൾ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റാണ് കൊടുത്തത്. അത് അറസ്റ്റ് ചെയ്യരുത് രാഹുലിനെ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ പറയുന്നത്? ഈ ചാനലുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ, റിപ്പോർട്ടറിൽ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ രാഹുലിന് കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുക. അഞ്ജന ഒന്ന് ചിന്തിച്ചേ, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ആയിട്ടുള്ള TN ഷാജി സാറാണ് നേരിട്ട് സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന, അഭിഭാഷകരിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ്. അദ്ദേഹം നേരിട്ട് ഹൈക്കോടതിയിൽ വന്നു. അദ്ദേഹം എന്നിട്ട് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, നിരന്തരം വലിയ ഹോൾഡുള്ള ആളാണ്, നിരന്തരമായി പീഡനങ്ങൾ നടത്തുന്ന ആളാണ്, ഒരുപാട് കേസുകൾ നിലവിലുള്ള ആളാണ്. ഈ ചാനലുകൾ പറയുന്ന പോലെ കുറേ കഥകൾ പറഞ്ഞു. പക്ഷെ കോടതി പറഞ്ഞു ഈ കേസിൽ രാഹുലിന് ജാമ്യം കൊടുക്കാൻ ഇതൊന്നും ഒരു തടസ്സമല്ല, ഇതൊരു വിഷയമല്ല എന്ന നിലയിലാണ് കോടതി പറഞ്ഞത്. മുൻകൂർ ജാമ്യം കിട്ടും എന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നിലവിൽ. രണ്ടാമത്തെ കേസിൽ എവിടെ പോയെന്ന് പോലും അറിയില്ല. KPCC അധ്യക്ഷൻ അയച്ചു കൊടുത്തൊരു പരാതി. അന്നും ഈ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, ശരിക്കും റിപ്പോർട്ടർ ചാനൽ ഞാൻ എടുത്തു പറയണം, എല്ലാത്തിനെയും സെൻസേഷനലൈസ് ചെയ്തോളൂ. നിങ്ങൾ വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി വലിയ കഥാപ്രസംഗങ്ങളും കവലപ്രസംഗങ്ങളും നടത്തിക്കോളൂ. പക്ഷേ അത് ആ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ, അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണോ ഈ മനുഷ്യനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതാണ് ചോദ്യം. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് നിയമപരമായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുപോരെ ഒരു രാജ്യത്ത് ഈ കഴിഞ്ഞ കേസിലും കോടതി ചൂണ്ടിക്കാട്ടിയല്ലോ കുറെ കാരണങ്ങൾ. ഇപ്പം രാഹുലിന് അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് കാരണം സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ 9 മാസത്തിന് ശേഷം യുവതി പരാതി നൽകി, 1 വർഷവും 9 മാസം, 1 വർഷവും 9 മാസത്തിനും ശേഷമാണ് പരാതി നൽകിയത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കും? അല്ല, അതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം ഒരു ചാനലുകളും കേട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ രാഹുലിനെ കുറ്റവാളിയാക്കി വിധിച്ചോളൂ, അദ്ദേഹത്തെ സെക്ഷൽ പ്രെഡേറ്റർ എന്ന് വിളിച്ചോളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ. പക്ഷേ അതേസമയം മറുഭാഗത്ത് ഇത് നിലനിൽക്കുന്നത്, ഇപ്പം ഞാൻ പറയട്ടെ, ഒരു കോടതി ഉത്തരവ് വരികയാണ്, അല്ലെങ്കിൽ കോടതിയുടെ ഗുരുതരമായ ഒരു നിരീക്ഷണം രാഹുലിനെതിരെ വരികയാണ്. അങ്ങനെ ഗുരുതരമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ രാഹുലിന് എവിടെയും ജാമ്യം കിട്ടില്ല. അപ്പോൾ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ വലിച്ചു കീറി കളയും കോടതി. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് പരിഗണിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതികൾ എന്തുകൊണ്ടാണ് രാഹുലിനോട് അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുന്നത്? രാഹുലിനെതിരെ എന്തുകൊണ്ട് കടുത്ത ഭാഷയിൽ ഒന്നും പറയുന്നില്ല കോടതി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ രാഹുൽ പറയുന്ന കാര്യങ്ങൾക്കും അതിന് സ്പേസ് ഉണ്ട്. ആ സ്പേസ് കോടതികൾ കൊടുക്കുന്നു, മാധ്യമ കോടതികൾ കൊടുക്കുന്നില്ല. അതാണ് എൻ്റെ ചോദ്യം. ഈ പറയുന്നത് കേൾക്കുമ്പോൾ രാഹുലിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ എത്രത്തോളം, ഈ അതിജീവിതമാർ, പരാതിക്കാരെന്ന് പറയുന്ന യുവതികൾ ഇൻവിസിബിളാണ്, അവരാരാണെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ രാഹുലിനെ എല്ലാവർക്കും അറിയാം. രാഹുൽ നിൽക്കുന്ന മേഖല ഏതാണ്? രാഷ്ട്രീയമാണ്. അദ്ദേഹം ഒരു MLA ആണ്, ഭാവി മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആവാൻ സാധ്യതയുള്ള കാലിബറുള്ള ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരനെതിരെ സമൂഹത്തിൽ ഇതുപോലെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ അയാളുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത്. അയാളുടെ കുടുംബജീവിതം, ഇനി വരാൻ പോകുന്ന കുടുംബജീവിതം, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, ഇനി കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുടുംബജീവിതം അങ്ങനെ ഒരു സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന വിധത്തിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ കുറ്റവാളിയാണെങ്കിൽ നമുക്ക് അയാളെ ചീത്ത പറയാം, അയാൾ കുറ്റവാളിയാണെന്ന് തന്നെ പറയാം, കോടതി വിധി വന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ഇടപെടാം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതേപോലെയാണ് വേടനെതിരെ. വേടൻ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ്, ഇഷ്ടപ്പെടുന്നൊരു കലാകാരനാണ്, മോശം പരിതസ്ഥിതികളോട് പടവെട്ടി വന്നൊരു കലാകാരനാണ് വേടൻ. പക്ഷേ വേടനെതിരായിട്ട്
പരാതി കൊടുത്ത സ്ത്രീകൾ ഇതിലും ക്രൂരമായ പലതും തങ്ങൾക്ക് നേരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ വേടനെതിരായിട്ട് യുവതികൾ വന്നു നിന്ന് പറയുന്നുണ്ട്, അവരുടെ മുഖം വ്യക്തമാക്കാതെ അവർ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പോലും വേടനെ താലോലിച്ചുകൊണ്ട് നടക്കുകയാണ് പോലീസ്, സർക്കാർ. അപ്പോൾ ഇത് രണ്ടും ഒരേ തരത്തിൽപ്പെട്ട കേസാണ്. അവിടെയും നിരവധി സ്ത്രീകൾ വേടനെതിരെ വന്നിട്ടുണ്ട്. അവിടെ വേടന് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്നു, ഈ അന്തിമ വിധി വരട്ടെ എന്നിട്ട് നമുക്ക് പറയാമെന്ന് പറയുന്നു. ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തരത്തിലുള്ള സാധ്യതയും കൊടുക്കുന്നില്ല. അവൻ്റെ ഭാഗം അവനൊന്ന് പറയാനുള്ള സ്പേസ് പോലും കൊടുക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ ഇവൻ കുറ്റവാളിയാണ് എന്ന് വിധി. അവിടെയാണ് രാഷ്ട്രീയ ഗൂഢാലോചന. വേടന് രാഷ്ട്രീയപരമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും അവനെ വേട്ടയാടണ്ട. പക്ഷേ ഇവിടെ രാഹുൽ രാഷ്ട്രീയക്കാരനാണ്. അതും വളർന്നു വരുന്ന CPM-നും BJP-ക്കും ഒക്കെ വലിയ ഭീഷണിയാകാൻ പോകുന്ന ഒരു വൻ മരമാണ്. അതിന്റെ കട്ടക്കൽ വെട്ടുക എന്നുള്ള പണിയാണ് ഇവിടെ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ തളർത്തുന്നത്, പല മേഖലകളിലായി നിന്ന് തളർത്തുന്നത്. അത് പല മേഖലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുക, കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും രാഹുലിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്, ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുകയാണ്. അത് രാഹുലിന്റെ വളർച്ചയിൽ അസൂയ കൊണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ കോടതി, രാഹുൽ ആദ്യം പറഞ്ഞതാണ് സംഭവിച്ചത്, നിയമപരമായി താൻ ഏതറ്റം വരെയും പോകും, താൻ നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ അന്ന് പറഞ്ഞു. അത് തന്നെയാണ് അയാൾ ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ രാഹുൽ കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറേ പേര് ചീമൊട്ട കേൾക്കണം. എന്തിന്? കോടതിയുടെ അനുവാദത്തോട് അവൻ ജയിലിൽ ചാടി ഓടിപ്പോകുന്നല്ല. കോടതിയുടെ, ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം കിട്ടി ജയിലിന് പുറത്തിറങ്ങിയ ആളാണ് അവൻ. അതിനെതിരെ അയാൾക്കെതിരെ ചീമൊട്ട എറിയ യുവമോർച്ചക്കാർ. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? രാഹുലിനെ എങ്ങനെയെങ്കിലും അടിച്ചു വീഴ്ത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇനിയൊന്ന് കാത്തിരിക്കുന്നേ, മാധ്യമങ്ങളായാലും എല്ലാവരും കാത്തിരിക്കുകയെ. എന്തേ രാഹുലിന് ജാമ്യം കിട്ടിയ വാർത്തയ്ക്ക് ഈ മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കാത്തത്? രാഹുലിനെതിരെ ഒരു പരാതി കഷ്ണം, ഒരു മൊഴി കിട്ടി, അല്ലെങ്കിൽ ഒരു ഇര പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അതിലും വലിയ നടപടിയാണ്, മുഖ്യമന്ത്രിക്ക് ഒരു ഇര പരാതി കൊടുക്കുന്നതിനേക്കാൾ വലിയ നടപടിയാണ് കോടതി ഒരു കേസിൽ ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത്. കോടതി ഒരു കേസിൽ ആരോപണ വിധേയന അനുകൂലമായി സംസാരിക്കുന്നത്. അത് രണ്ട് വിഷയങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒന്ന്, പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു രാഹുലിന് 18 ദിവസത്തെ ജയിൽവാസം മനുഷ്യൻ ജയിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം പുറത്തിറങ്ങി വീട്ടിലേക്ക് പോയി. രണ്ടാമത്തത്, ഹൈക്കോടതിയിൽ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നപ്പോൾ ഹൈക്കോടതി രാഹുലിന് ഫേവറബിളായ പല കാര്യങ്ങളും പറഞ്ഞു. അത് മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. മാതൃഭൂമി ന്യൂസിനെ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടായിട്ട് മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയില്ല, റിപ്പോർട്ടറൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ സംഭവം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കാണിക്കുന്ന ആവേശം, അയാൾക്ക് ഫേവറബിളായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല, ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല? അതായത് മാധ്യമങ്ങളുടെ അജണ്ട, അവർ അജണ്ട സെറ്റ് ചെയ്തിട്ട് അടിക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ആദ്യത്തെ പരാതിക്കാരിയുടെ പരാതി വരുന്നത്. അത് ന്യൂസ് 24 മലയാളം എന്ന CITU മാധ്യമപ്രവർത്തകർ നയിക്കുന്ന ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ആ ഓഡിയോ പുറത്തു വന്നത്, രണ്ടാമത്തെ ഓഡിയോ. അതിന് തൊട്ട് പിന്നാലെ ചില CITU മാധ്യമപ്രവർത്തകർ ഇവിടെ ഇരുന്നിട്ട് പണിയാണ്, റിപ്പോർട്ടർ ചാനലിന് നേതൃത്വം കൊടുക്കുകയാണ്. തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രിയെ കാണുകയാണ് അതിജീവിത. എന്നിട്ട് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തപാടെ രാഹുൽ സ്ഥലം വിടുന്നു. രാഹുലിനെ 10 ദിവസത്തിലേറെ തപ്പിയിട്ട് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പോലീസിൻ്റെ വീഴ്ച സംസാരിക്കുന്നതിന് പകരം അവിടെയും രാഹുലിന് ഉന്നത ബന്ധങ്ങൾ, രാഹുൽ ഗംഭീര സംഭവമാണ്, രാഹുൽ ക്രിമിനൽ ബന്ധങ്ങളുടെ പെൺവാണിഭ മാഫിയയുടെ ആളാണെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ചാനലുകൾ ചർച്ച ചെയ്തത്. ശരിക്കും അത് പോലീസിൻ്റെ വീഴ്ചയാണ്. ഈ യുവതി പരാതി കൊടുക്കാൻ പോകുമായിരുന്നു എന്ന് പോലീസിന് നേരത്തെ അറിയാം, സർക്കാരിന് നേരത്തെ അറിയാൻ, മാധ്യമങ്ങൾ അത് ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ പരാതി കിട്ടുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ പൊക്കണമെന്നും പോലീസിന് അറിയാഞ്ഞിട്ടല്ല, അത് ബോധപൂർവം ചെയ്തില്ല. കാരണം ആ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ആളിക്കത്തിക്കണമായിരുന്നു. എന്നിട്ടെന്ത് സംഭവിച്ചു? തിരിച്ചു കിട്ടിയില്ലേ? നല്ല പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടം പൊട്ടിയില്ലേ? വോട്ട് ചെയ്യാനും വന്നു. അതാണ് രാഹുൽ അതിനുശേഷം വോട്ട് ചെയ്യാൻ വന്നു. രാഹുലിൻ്റെ വിഷയം അപ്പോൾ അന്നും രാഹുലിനെ അകത്തിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്. എന്തായാലും രാഹുലിൻ്റെ എതിരാളികൾക്ക് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു എന്ന കാര്യത്തിൽ സന്തോഷിക്കാം, സമാധാനിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നേ ഉമ്മൻചാണ്ടിക്ക് നേരെ പല ആരോപണങ്ങളും, വ്യാജ ആരോപണങ്ങളും, പെണ്ണുകേസുകളും ഒക്കെ ഉയർന്നു വന്നതാണ്. എന്നിട്ട് അതിനുശേഷം അന്വേഷണം നടന്നപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് കണ്ടെത്തി. PC ജോർജ് എന്തൊക്കെയോ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്തായി? ആ പരാതിക്കാരിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ മറ്റെന്തോ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന മട്ടിൽ PC ജോർജ് ചാനലുകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞതാ. പെണ്ണുകേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇങ്ങനെ ഒരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ആ കേസ് ഉപയോഗിക്കും രാഷ്ട്രീയക്കാർ. പക്ഷെ അന്തിമ വിധി വരുമ്പോൾ, അന്വേഷണം വരുമ്പോൾ, കേസ് കോടതിയിലെത്തുമ്പോൾ പലപ്പോഴും ഈ മാധ്യമങ്ങൾ തള്ളിയതൊന്നും അതിലുണ്ടാവില്ല. അപ്പോൾ മാധ്യമങ്ങൾ തള്ളിയതനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊള്ളേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് വല്ലതും സംഭവിച്ചു? കോടതികൾ അങ്ങനെയാണോ? കോടതികൾ ചാനലുകൾ പറയുന്ന പോലെയാണോ ഇടപെടുന്നത്? അല്ലല്ലോ.
അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേട്ട നടത്തിയ മാധ്യമങ്ങൾ മാപ്പൊന്നും പറയാൻ പോകുന്നില്ല, തിരുത്താനും തയ്യാറാവില്ല. പക്ഷെ അത് ജനങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നേരെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒന്ന് കരുതി പ്രതികരിക്കുക. ഇപ്പോൾ ഷിംജിത കാണിച്ചത് നമ്മൾ കണ്ടതാണ്. ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിംജിതയ്ക്ക് പുറകെ ആളുകളുണ്ടായിരുന്നു. ദീപക് തെറ്റ് ചെയ്തു എന്ന് ഇഷ്ടം പോലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ആളുകളെ പെണ്ണുകേസിൻ്റെ പേരിൽ തിരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും എളുപ്പമാണ്. ഇന്നത്തെ കാലത്ത് പെണ്ണുകേസുകൾ വരുമ്പോൾ അതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ നിയമപരമായി കോടതികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നത് വരെയെങ്കിലും ഒന്ന് കാത്തിരിക്കാനുള്ള ക്ഷമ മാധ്യമങ്ങൾ വിധി പറഞ്ഞ് അവരെ ക്രൂശിക്കരുത്, ഇല്ലാതാക്കരുത്. എന്തായാലും രാഹുൽ വിഷയത്തിൽ രാഹുലിനെ തകർക്കും, ഇല്ലാതാക്കും എന്ന് വിചാരിച്ച സകല മാധ്യമങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് രാഹുൽ ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും പിന്തിരിഞ്ഞോടില്ല, പിന്നോട്ട് മാറില്ല, തിരിച്ചു വരാനുള്ള പോരാട്ടം തന്നെയായിരിക്കും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ. വലിയ കരുത്തുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാര്യം ഇത്രയും വിചാരണകളൊക്കെ നേരിട്ടിട്ടും വലിയ കരുത്തോടെ തന്നെ അദ്ദേഹം ഇത്രയും ദിവസം ആരോഗ്യത്തോടെ ഇരുന്നു എന്നുള്ളതാണ് അല്ലേ? അല്ല, ആരോഗ്യത്തോടെ മാത്രമല്ല, മാനസികമായി ശക്തനാണെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇതിനു മുമ്പ് 2 തവണ ആരോപണങ്ങൾ വന്നപ്പോഴും രാഹുൽ ശക്തനായിട്ട് തന്നെ മണ്ഡലത്തിലുടനീളം സജീവമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഒരു കേസിൽ ജാമ്യം നൽകി, മറ്റേ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിന് അനുകൂലമായ നിരീക്ഷണങ്ങൾ കോടതി നടത്തി എന്നാണ് വാർത്തകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രാഹുലിന് വലിയ അനുഗ്രഹമാണ്, മുന്നോട്ട് പോകാനുള്ള കരുത്താണ്. മാനസികമായി അത്യാവശ്യം കരുത്തുള്ള ഒരു ചെറുപ്പക്കാരനായി രാഹുൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായൊരു പോരാട്ടം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് പാലക്കാട് കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.